കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ശരവേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയെ ലക്ഷ്യത്തിൽ തൊട്ടിരിക്കുകയാണ്. സാമ്പത്തിക വിദഗ്ധരൊക്കെ പ്രവചിച്ചതുപോലെ എല്ലാം സംഭവിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പൊന്നും വില 1,00,000 കടന്നിരിക്കുകയാണ്. ഒരു പവന് ഇന്ന് 1,01,600 രൂപയാണ് ഇന്നത്തെ വില. GSTയും പണിക്കൂലിയൊക്കെ കൂടി വരുമ്പോൾ ഈ വില ഇതിലും കൂടും. അങ്ങനെ വില വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇക്കാര്യങ്ങൾ ഒന്ന് വളരെ വിശദമായി പരിശോധിക്കാം. എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ചു കയറുന്നത്? എത്ര രൂപ വരെ എത്തും ഈ സ്വർണ്ണവില? ഏതെങ്കിലും ഘട്ടത്തിൽ കുറയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അങ്ങനെ കുറയണമെങ്കിൽ ആര് വിചാരിക്കണം? അപ്പോൾ ഇക്കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം. 1,00,000 തൊട്ട് പൊന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഏറ്റവും പുതിയ വില വിവരം പുറത്തു വരുമ്പോഴത്തേനും പവന്, അതായത് ഒരു പവൻ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് 1,01,600 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 12,700 രൂപ നൽകണം. അതായത് ഇന്ന് മാത്രം ഈ സ്വർണത്തിന് കൂടിയത് 1,760 രൂപയാണ്. സ്വർണ്ണവിലയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ഒരു വില ഉണ്ടാകുന്നത്. രാജ്യാന്തര വിലയിൽ റെക്കോർഡിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ ഈ വില വർധനവ്. GSTയും പണിക്കൂലിയൊക്കെ അടക്കം ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഈ കാണുന്ന 1,01,600 രൂപയല്ല, ഇതിനും മുകളിൽ നമ്മൾ പണം നൽകേണ്ടി വരുമെന്ന് സാരം. ഒരു പവൻ സ്വർണത്തിന് ഇന്ന് 1,760 രൂപ കൂടി 1 ഗ്രാം സ്വർണത്തിന് 12,700 രൂപയും നൽകണം. അപ്പോൾ ഈ സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലെത്തിയ മാസമായിരുന്നു ഡിസംബർ. അതായത് പവന് 95,680 രൂപയിലേക്ക് എത്തിയത് ഡിസംബർ മാസം 1-ാം തീയതിയാണ്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കൂപ്പുകുത്തിയ വില പിന്നീട് ഒരു 9-ാം തീയതി ആയപ്പോൾ, ഡിസംബർ 9-ാം തീയതി ആയപ്പോഴത്തേനും വീണ്ടും കൂടി അത് 94,920 രൂപയിലേക്ക് എത്തി. പിന്നീട് ഡിസംബർ 9 കഴിഞ്ഞ് പിന്നീട് ഇന്ന് 23-ആയി. ഈ ദിവസങ്ങളിലൊക്കെയും ചെറിയ രീതിയിൽ ഇങ്ങനെ കൂടി വന്നിട്ടാണ് വലിയ ഉയരങ്ങൾ കീഴടക്കി 1,00,000 തൊട്ട് സ്വർണ്ണം വില നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇന്ത്യൻ സ്വർണത്തിന്റെ വില നിർണ്ണയിക്കാൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ സ്വർണത്തെ തരംതിരിക്കുന്നതിന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന രീതി അത് ക്യാരറ്റ് സമ്പ്രദായമാണ്. സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കുന്നത് ക്യാരറ്റിലാണ്. അപ്പോൾ ക്യാരറ്റിന്റെ മൂല്യം കൂടും തോറും സ്വർണത്തിന് വില കൂടും. സ്ഥിരമായ വിലയിൽ നിന്നും സ്വർണ്ണ വില ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. ഇപ്പം ഉദാഹരണത്തിന്, ഒരു നിശ്ചിത പരിശുദ്ധിയുള്ള സ്വർണത്തിന്റെ ഇന്നത്തെ വില പോലെ ആയിരിക്കില്ല നാളത്തേത്. അല്ലെങ്കിൽ 24 ക്യാരറ്റ് അല്ലെങ്കിൽ ഈ 9.99% സ്വർണം. അപ്പോൾ അതാണ് ഇന്നത്തെ വിപണിയിൽ എപ്പോഴും ആവശ്യക്കാരുള്ള ഗ്രേഡ്. അങ്ങനെ 24 ക്യാരറ്റ് സ്വർണ്ണവില എപ്പോഴും മുകളിൽ തന്നെ തുടരുകയും ചെയ്യും. 916 സ്വർണം അതിൽ 999 ആയിരിക്കും അതിൻ്റെ സ്വർണത്തിൻ്റെ പോയിന്റ് ഉള്ളത്. അതാണ് രണ്ടാമത്തെ ശുദ്ധമായ. അപ്പോൾ 24 ക്യാരറ്റും 916 ആണ് ഇവിടെ ഉള്ളത്. ഈ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന കമ്മലും വളയും നെക്ലേസും അങ്ങനത്തെ സാധനമൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും 916 സ്വർണ്ണങ്ങളാണ്. അപ്പം ഇങ്ങനെ ഈ ലോഹത്തിൻ്റെ ഭാരം അനുസരിച്ചാണ് കൂടുതലായിട്ടും ഇന്ത്യൻ സ്വർണത്തിൻ്റെ വില നിർണ്ണയിക്കുന്ന കാര്യം. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ കൂടുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു കാരണം, ഒന്നാമത്തെ കാര്യം പണപ്പെരുപ്പമാണ്. അതായത് പണപ്പെരുപ്പം കൂടുമ്പോൾ കറൻസിയുടെ മൂല്യം കുറയും. അപ്പോൾ മറ്റു പല നിക്ഷേപ ഓപ്ഷനുകളും ഉണ്ടാകും, അല്ലേ? അപ്പം പണപ്പെരുപ്പത്തെ മറികടക്കുന്നതിൽ ഈ ഓപ്ഷനുകളൊക്കെയും പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും സ്വർണം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കും. ഇപ്പം മറ്റൊന്ന് ആവശ്യം അല്ലെങ്കിൽ വിതരണമാണ്. ആവശ്യവും വിതരണവും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റേ ഒരു വ്യാപാര വസ്തുവിനെയും പോലെ വിതരണവും ആവശ്യവും അനുസരിച്ചാണ് സ്വർണത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത്. സപ്ലൈ പരിമിതമായ വിപണിയിൽ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സ്വർണ്ണവില ഉയരും. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഉയരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡിമാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ അതൊരു വലിയ ഘടകമായിട്ട് തന്നെ തീരും. മറ്റൊന്ന് പലിശ നിരക്കുകളാണ്. ഇപ്പോൾ സ്വർണ്ണവിലയും പലിശ നിരക്കും വിപരീതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പലിശ നിരക്ക് കൂടുമ്പോഴത്തേനും എന്ത് ചെയ്യും? സ്വർണം വിൽക്കും, അതല്ലെങ്കിൽ നിക്ഷേപിക്കും. സ്വർണം വിൽക്കുകയും ഉയർന്ന പലിശയുള്ള നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അതും സ്വർണ്ണവില ഉയരാനുള്ള കാരണമാണ്. മറ്റൊന്ന് ഇന്ത്യയുടെ ജ്വല്ലറി മാർക്കറ്റാണ്. അതായത് ഇന്ത്യയിൽ മതപരമായ ആഘോഷങ്ങളിലും വിവാഹങ്ങളിലുമൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് സ്വർണം. അതുകൊണ്ട് തന്നെ ഉത്സവ സീസണുകളും വിവാഹ സീസണും ഒക്കെ ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ വില നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് കരുതൽ സ്വർണ്ണ ശേഖരമാണ്. ഇന്ത്യയുടെ കരുതൽ ധനശേഖരത്തിൽ 1/4 പങ്കും സ്വർണ്ണ ശേഖരമാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കുകൾ പ്രകാരം, WGC വേൾഡ് ഗോൾഡ് കൗൺസിൽ, അപ്പോൾ ഇവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 626 ടൺ സ്വർണം
കരുതലായി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സ്വർണ്ണവില ഉയരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ വാങ്ങലുകളും വിൽപ്പനകളും കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇപ്പം ഇറക്കുമതി നികുതി നോക്കിയാൽ ആഗോള സ്വർണ്ണ ഉൽപ്പാദനത്തിന്റെ 1% മാത്രമേ ഇന്ത്യയിലുള്ളൂ. എന്നാൽ ലോകത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഭോക്താക്കൾ ആരാ? അത് നമ്മുടെ രാജ്യമാണ്. അപ്പം സ്വർണം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇറക്കുമതി തീരുവ സ്വർണത്തിന്റെ വിലയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് കറൻസിയിലെ മാറ്റങ്ങളാണ്. ഇപ്പം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞായിരുന്നു, ഇന്ത്യ നമ്മളാണ് ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതിക്കാരിൽ 2ാം സ്ഥാനം നമുക്കുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അവരൊരു കറൻസി എക്സ്ചേഞ്ച് നടക്കും അല്ലേ. US ഡോളറിലാണ് സ്വർണ്ണം കൈമാറ്റം ചെയ്യുന്നത്. അപ്പം ഡോളർ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ ചാഞ്ചാട്ടം അത് സ്വർണ്ണ ഇറക്കുമതി വിലയെയും വിൽപ്പനയെയും വലിയ രീതിയിൽ ബാധിച്ചേക്കാം. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2000 ടണ്ണിലധികം സ്വർണം ആണ് നിക്ഷേപമായി നമ്മൾ മലയാളികളുടെ കൈവശമുള്ളത്. അതായത് ഏകദേശം 20 ലക്ഷം കിലോഗ്രാമോളം സ്വർണമാണ്. 3.58 കോടിയാണ് കേരളത്തിലെ ഏകദേശ ജനസംഖ്യ. അപ്പം ഈ കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ മലയാളിയുടെ കയ്യിലും 55.87 ഗ്രാം സ്വർണം കൈവശമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ 57.87 ഗ്രാം സ്വർണത്തിന് നമ്മൾ പവനിലേക്ക് മാറ്റിയാൽ അത് 6.98, ഒരു 7 പവനോളം സ്വർണം. ഓരോ മലയാളിയുടെയും കയ്യിൽ ശരാശരി 7 പവന്റെ സ്വർണം ഉണ്ടെന്നാണ് പറയുന്നത്. സ്വർണം പവന് 1 ലക്ഷം രൂപ വിലയാകുമ്പോൾ അങ്ങനെ കണക്കാക്കിയാലും കേരളമാകെ ലക്ഷാധിപതികളാകുമെന്നാണ് ചുരുക്കം. അല്ലെങ്കിലും 1 പവൻ കയ്യിലുള്ളവരും ലക്ഷാധിപതികളാകുന്ന ഒരു അവസരമാണ് ഈ ദിവസം ഡിസംബർ 23 ഈ പകൽ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്.